എല്ലാവർക്കും നമസ്കാരം. അപ്പൊ ഇന്നലെ രേണുസുതി ഇട്ട വീഡിയോ വിവാദമാക്കരുതെന്ന് പുള്ളിക്കാരത്തി എടുത്തു പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇപ്പം പുള്ളിക്കാരത്തിയുടെ ചാനലിൽ അങ്ങനെ ഒരു പരാമർശം വന്നു കഴിഞ്ഞാൽ അത് അത്യാവശ്യം ചർച്ചയാകും, വിവാദമാകും. എന്താണെന്ന് വെച്ചാൽ ഞാൻ 11 വയസ്സ് വരെ വളർത്തിയ എന്റെ ഒരു മകൻ ഇതുവരെ എന്നെ കാണാൻ വന്നില്ല എന്നൊരു വിഷമത്തോടെയാണ് അത് പറയുന്നത്. നമ്മളിപ്പം എന്താ ഇതിന് പറയാന്ന് ചോദിച്ചാൽ, ഇപ്പോഴത്തെ ഒരു കണ്ടീഷനിൽ ആരോഗ്യമുള്ള ശരീരത്തിലെ ആരോഗ്യമുള്ള ഒരു മനസ്സുണ്ടാവും എന്നാണ്. സത്യം പറഞ്ഞാൽ ഇപ്പം ദൈവത്തിലോട്ടുള്ള പാട്ടുകൾ മാത്രമാണ് രേണുസുതി പാടിക്കൊണ്ടൊക്കെ ഇരിക്കുന്നത്, നിങ്ങൾ കാണുന്നുണ്ടല്ലോ. അപ്പൊ അത് ആ ആരോഗ്യം, ദൈവത്തെ വിളിക്കുന്ന, അതിനു മുന്നേ വസീകരയൊക്കെയാണ് പാടിയിട്ടുള്ളത്, അത് നമുക്കറിയാവുന്നതാണ്. അപ്പൊ പുള്ളിക്കാരത്തി കുറേ അധികം വെറുപ്പീരൊക്കെ നടത്തിയിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടിരുന്ന കുറേ ആൾക്കാർ തന്നെ വെറുത്തു പോയതൊക്കെ ഉണ്ട്, നമുക്കറിയാം. പക്ഷേ എങ്കിൽ ഇപ്പം ഈ ഒരു കണ്ടീഷനിൽ കിച്ചു ചെന്ന് കാണാത്തത് പുള്ളിക്കാരത്തിക്ക് ശരിക്കും ആത്മാർത്ഥമായിട്ട് വളരെയധികം വിഷമമുണ്ട്. അപ്പം അത് പുള്ളിക്കാരത്തി അറിയാതെ പങ്കുവച്ചായിരിക്കും. കാരണം നാട്ടുകാരെല്ലാവരും കാണാൻ ചെന്നിട്ടും ഞാൻ ഇതുപോലെ മകനെ പോലെ വളർത്തിയ ഒരാളിനെ കാണാൻ വന്നില്ലല്ലോ എന്നുള്ള ഒരു മനോവിഷമാണ്. പക്ഷേ എങ്കിൽ നമുക്കതിനെ അങ്ങോട്ട് പൂർണ്ണമായിട്ടും രേണുവിന്റെ ഭാഗത്താണ് ശരി എന്ന് പറഞ്ഞ് ഒരു വീഡിയോ ചെയ്യാൻ പറ്റത്തില്ല. ജനങ്ങളും അങ്ങനെയാണെന്ന് തോന്നുന്നില്ല. പ്രേക്ഷകരുടെ കമന്റ് ചെയ്യാൻ നോക്കിയിട്ടും അങ്ങനെയല്ല. ഫസ്റ്റിലെ അത് കേട്ടപ്പോൾ തന്നെ അത് ചാനലിൽ അങ്ങനെ പറയണ്ടായിരുന്നു. അത് കിച്ചുവിനെ വിളിച്ച് അങ്ങോട്ട് സംസാരിക്കാം, എന്നിട്ട് എടാ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നീ അത് വിട്ടുകളാ, ഹോസ്പിറ്റലിൽ വാ, നമുക്ക് നേരിട്ട് കണ്ട് സംസാരിക്കാം എന്നൊക്കെ പറയാവുന്നേ ഉള്ളൂ. അതിന് വരെ ചാനലിൽ പറഞ്ഞ് അത് വിവാദമായിട്ടുണ്ട്. അപ്പം എനിക്ക് പറയാനുള്ളത്, രേണുസുതി ഈ രക്തോട്ടമുള്ള ഒരു പ്രായം എന്ന് പറയുന്ന പോലെ ഒരു കൊല്ലം സുധിയുടെ വൈഫായിട്ട് വന്നു. പിന്നീടുണ്ടായ സംഭവം എല്ലാം നമുക്കറിയാം. അതിനുശേഷം ഋതപ്പനെ വളർത്താൻ വേണ്ടിയാണെങ്കിലും അതിനുവേണ്ടി പുള്ളിക്കാരത്തി കാട്ടിക്കൂട്ടിയതും സോഷ്യൽ മീഡിയ നടന്നതും എല്ലാം പുറകോട്ടൊന്ന് ആലോചിക്കാൻ. ചിലരൊക്കെ പറയാറില്ലേ, ഈ മരിച്ചുപോയ വ്യക്തികളെ കുറിച്ച് നമ്മൾ മോശം പറയാറില്ലെന്ന്. പക്ഷെ മനുഷ്യ മനസ്സിന്റെ പ്രത്യേകത അനുസരിച്ച് എന്താ സംഭവിക്കുന്നത്? ഇപ്പൊ നമ്മുടെ അച്ഛനമ്മമാരാണ് ഏറ്റവും അധികം കാണപ്പെട്ട ദൈവം. അമ്മയാണെ പോലും 3-4 മക്കളുള്ളതിൽ എപ്പോഴെങ്കിലും നമ്മൾ വളർന്നു വരുന്ന സാഹചര്യത്തിൽ അമ്മ അല്പം വേറീർത്യം കാണിച്ചു എന്നുള്ള ഒരു ഫീല് നമുക്ക് മനസ്സിൽ വിഷമം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ അമ്മയുടെ മരണശേഷം അമ്മ ചെയ്ത നല്ല കാര്യങ്ങളെല്ലാം നമ്മൾ പിന്നെ ചിലപ്പോൾ ഇരുന്ന് ഇങ്ങനെ ഓർക്കുമ്പോൾ അറിയാതെ നമുക്ക് ഫീൽ ചെയ്ത ആ ഒരു കാര്യം നമ്മുടെ ഓർമ്മ വരും. അതിപ്പോ നമ്മൾ എത്രമാത്രം സ്നേഹിക്കുന്ന വ്യക്തിയാണേലും അദ്ദേഹം മരിച്ചു കഴിയുമ്പോഴത്തേനും നല്ല നല്ല ഓർമ്മകൾ വരുമെങ്കിലും മോശം ഓർമ്മയുണ്ട്, അത് തീർച്ചയായിട്ടും നമ്മുടെ മനസ്സിലേക്ക് കയറി വരും. അപ്പൊ എങ്ങനെയാ മരിച്ചു പോയെന്നോർത്ത് അന്ന് അങ്ങേര് ചെയ്ത ക്രൂരമായ ഒരു പ്രവൃത്തിയെ നമുക്ക് ന്യായീകരിക്കാൻ പറ്റുമോ? അത് അന്ന് അങ്ങനെ ചെയ്തോ നന്നായി എന്നുള്ള രീതി ഒരിക്കലും ഇല്ല. ക്രൂരതയും മനസ്സിൽ വിഷമം ഉണ്ടായ മരിച്ചു പോയാലും നമ്മൾ അങ്ങനെ തന്നെ അത് മനസ്സിൽ ഓർത്ത് പോവുക എന്ന് ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ. രേണുസുതിക്ക് ഇപ്പൊ അസുഖമുണ്ട്. ഒരു കുഞ്ഞിന് പോലും ഇപ്പൊ ക്യാൻസർ ഒക്കെ ഉള്ള കാലമാണ്. മറ്റേ പിള്ളേർക്കൊക്കെ ഉണ്ട്. അതൊക്കെ പോയി കണ്ടാൽ നമ്മൾ പിന്നെ എന്തിനു ജീവിച്ചിരിക്കുന്നു നമുക്ക് തോന്നും. അതുപോലത്തെ അവസ്ഥയാണ്. ശത്രുക്കൾക്ക് പോലും വരികയും ചെയ്തു. പക്ഷേ എന്ന് കരുതി രേണുസുതി ചെയ്തതിനെ എല്ലാം ഈ ഒരൊറ്റ അസുഖം കൊണ്ട് നമുക്ക് മായ്ച്ചു കളയാൻ പറ്റത്തില്ല. ഞാനിത് പറഞ്ഞു വരുന്നതെന്നു വെച്ചാൽ 16, 18 അല്ല 20, 21 വയസ്സാണ് കിച്ചുവിന്. നിങ്ങൾ രേണുസുതി ഇത് പറയുമ്പോൾ നിങ്ങൾ കിച്ചുവിന്റെ മനസ്സിലൂടെ ഒരു യാത്ര നടത്തണം. അതായത് കിച്ചുവിന്റെ 21 വയസ്സുള്ള കിച്ചുവിന്റെ അമ്മയാണ് രേണുസുതി. നമ്മൾ 21 വയസ്സുള്ള ഒരു ആൺകൊച്ചുമായിട്ട് നമ്മൾ വെളിയിലിറങ്ങിയ അമ്മമാര് പോകുമ്പോൾ നമ്മളെ ഒരാൾ കമന്റ് അടിക്കുന്ന രീതി പറയുകയോ നോക്കുകയോ ഒക്കെ ചെയ്താൽ നമ്മുടെ ആമ്പിള്ളാരുടെ ഒരു രീതി മാറി അവർ പ്രാന്തന്മാരായി മാറുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഒരിക്കലും അവരത് സഹിക്കുകയില്ല. ആ പറഞ്ഞവനെയോ നോക്കിയവനെയോ കൊല്ലാനുള്ള കലിപ്പാണ്. 2 കൊടുക്കാം എന്ന് അവരുടെ ശരീരത്തിന്റെ ശേഷിയോ അല്ലെ അതൊന്നുമല്ല. സ്വന്തം അമ്മ അങ്ങനെ, അതങ്ങനെയാണ് അതിന്റെ ഒരു മനസ്സിലൂടെ പോകുന്ന ഒരു കാര്യം. അപ്പൊ രേണുസുതി സബ്സ്ക്രിപ്ഷനിൽ വന്നിട്ട് ബ്രസ്റ്റ് പുറത്തെടുത്തിട്ട് കാണിച്ചിട്ടുണ്ടോ? ഉണ്ട്. ചുണ്ട് കടിച്ച് കാണിച്ചിട്ടുണ്ടോ? ഉണ്ട്. കാല് കാണിച്ചിട്ടുണ്ടോ? ഉണ്ട്. അത്യാവശ്യം എല്ലാം കാണിച്ചിട്ട് സബ്സ്ക്രിപ്ഷൻ ഞാൻ കണ്ടിട്ടില്ല. എന്നാലും കുറച്ച് ഭാഗങ്ങളൊക്കെ ആൾക്കാരെടുത്ത് ഇട്ടിട്ടുണ്ടല്ലോ. സബ്സ്ക്രിപ്ഷനിൽ പോയിട്ട് ഇട്ടവരുണ്ടല്ലോ. ചില ചാനലുകാർ സബ്സ്ക്രിപ്ഷൻ എടുത്തിട്ട് ആ ഭാഗത്തുനിന്ന് എടുത്തിട്ടുണ്ട്. നീ എന്റെ സബ്സ്ക്രിപ്ഷൻ എടുത്തല്ലേ എന്നൊക്കെ പറഞ്ഞ് വഴക്ക് പിടിക്കുന്ന കാര്യമില്ല. സബ്സ്ക്രിപ്ഷൻ ഈ പൈസയ്ക്ക് വേണ്ടിയാണേലും പുള്ളിക്കാരത്തി കാണിച്ചല്ലോ. അപ്പൊ വേണേ നിങ്ങൾക്ക് ഇപ്പൊ ന്യായീകരിക്കാൻ. ക്യാൻസർ ആണെന്ന് അറിഞ്ഞതിന് ശേഷമാണ്, അറിയുന്നതിന് മുന്നേ തൊട്ടേ തുടങ്ങിയതാണ് സബ്സ്ക്രിപ്ഷൻ ഒക്കെ കേട്ടോ. അതൊക്കെ എനിക്കൊക്കെ വ്യക്തമായിട്ട് അറിയാം. അതുകൊണ്ട് അത് തർക്കിക്കാൻ നിങ്ങൾ വരില്ലേ. സബ്സ്ക്രിപ്ഷൻ ഒക്കെ തുടങ്ങുന്നതിന് മുന്നേ ക്യാൻസർ ആണെന്ന് അറിയുന്നതിന് മുന്നെയാണ് സബ്സ്ക്രിപ്ഷൻ ഒക്കെ തുടങ്ങിയിരിക്കുന്നത്. അല്ലാതെ ക്യാൻസറിന് ചികിത്സിക്കാൻ പൈസ ഉണ്ടാക്കാൻ വേണ്ടി സബ്സ്ക്രിപ്ഷൻ തുടങ്ങിയെന്നൊന്നും നിങ്ങളാരും വളച്ചൊടിക്കണ്ട. കുറ്റം പറയുന്നതല്ല കേട്ടോ. അപ്പം നിങ്ങൾ മനസ്സിലാക്കുക, അതായത് ആ പയ്യന്റെ
മനസ്സിലൂടെ ഒന്ന് യാത്ര ചെയ്യുക. ആ പയ്യൻ 21 വയസ്സുള്ള ഒരു പയ്യന്റെ അമ്മയുടെ സ്ഥാനത്ത് നിൽക്കുന്ന, അല്ലെ അമ്മ തന്നെ 11 വയസ്സ് തൊട്ട് വളർത്തിയെന്ന് അവകാശപ്പെടുന്നുണ്ടല്ലോ. അപ്പൊ അമ്മ തന്നെ അമ്മയുടെ ശരീരഭാഗം പ്രദർശിപ്പിക്കുന്ന ഒരു കാര്യമാണ് അവിടെ കാണുന്നത്. ആ കൊച്ചിന്റെ കൂടെയുള്ള ഒരു പയ്യന്മാര് അതെടുത്ത് കാണുവോ, ആ ഒരു വിഷയത്തെ പറ്റി സംസാരിക്കുകയോ ചെയ്യുമ്പോൾ അവിടെയാണ് ആ പോയിന്റ് കിടക്കുന്നത്. ഈ കുട്ടിയുടെ മുഖത്ത് ആ നിമിഷം ഉണ്ടാകുന്ന ഒരു ഭാവം എന്തായിരിക്കും എന്ന് നിങ്ങൾ ചിന്തിക്കുക. സ്വന്തം അടുത്ത കൂട്ടുകാര് അമ്മയുടെ ഈ ബ്രസ്റ്റും കാലും ഒക്കെ കണ്ടോ നോക്കി നിൽക്കുകയോ ഒക്കെ ചെയ്യുമ്പം ആ ഒരു അവസ്ഥയിൽ നിൽക്കുന്ന ഒരു പയ്യന്റെ മാനസികാവസ്ഥ എന്തായിരിക്കുന്നു മനസ്സിലാക്കാനുള്ള കഴിവ് രേണുസുതിക്ക് വേണമായിരുന്നു. ഋതപ്പൻ ചെറുതാ, കുഴപ്പമില്ല, പോട്ടെ, അവന്റെ നേഴ്സറി പഠിക്കുന്ന പിള്ളേരെ ഇതൊന്നും അറിയത്തില്ലെന്ന് പറയും. കിച്ചുവിനുണ്ടാകുന്ന ഒരു അപമാനം എന്താണെന്നറിയോ? ആ സമയത്ത് സ്വന്തം കൂട്ടുകാർ അമ്മയുടെ ശരീരം കണ്ട് ആസ്വദിക്കുന്ന ഒരു അവസ്ഥയിൽ ആ പയ്യൻ ഭൂമി പിളർന്ന് താഴോട്ട് പോകുന്ന മാനസികാവസ്ഥ ഉണ്ടാകുന്നത്. അവന് ജാള്യതയും അപമാനവും എല്ലാം കൂടി മരിച്ചാൽ മതിയെന്ന് തോന്നിയ ഒരു നിമിഷം അത്. അതും പ്രത്യേകിച്ച് പെൺപിള്ളേരല്ല, ആൺപിള്ളേർക്ക് അവർക്കങ്ങ് അവരില്ലാതായ പോലെ തോന്നും. ആ ഒരു അവസ്ഥയെ ആ പയ്യനെ കൊണ്ട് നിർത്തിയതാണ്. അതുവരെ നമ്മൾ ഇന്ന് വരെ കിച്ചു രേണുവിനെ വലിയ അധികം ഒന്നും കുറ്റം സോഷ്യൽ മീഡിയ വന്ന് പറഞ്ഞിട്ടില്ല. ആദ്യകാലത്തെ അവന്റെ സ്വന്തം അമ്മ അവനെ സ്നേഹിച്ചിട്ടില്ല. പ്രസവിച്ചിട്ടേച്ച് പോയിട്ട് കൊല്ലം സുതിയാ നോക്കിയ. രണ്ടാമത്തെ അമ്മയ്ക്ക് കിച്ചു അവന്റെ അച്ഛനോട് സ്നേഹിക്കുന്ന പോലും കാണാൻ മേലായിരുന്നു വീണയ്ക്ക്. അതിനുവേണ്ടി വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. രേണു സുധിയുടെ അധികം കുറ്റമൊന്നും പറഞ്ഞിട്ടില്ല. പണിക്ക് വിട്ടെന്നോ 10-12 വയസ്സിലൊക്കെ റബ്ബർ വെട്ടാൻ വിട്ടെന്നോ ഒക്കെ കമന്റ് ബോക്സിൽ കാണാം. അതല്ലാതെ അധികം കുറ്റമൊന്നും പറഞ്ഞിട്ടില്ല പുള്ളിക്കാരൻ. ലാസ്റ്റ് നിങ്ങൾ ശ്രദ്ധിക്കുക, കിച്ചു രേണു സുധിയോട് ഒരു അകൽച്ച വന്നു. ഈ സബ്സ്ക്രിപ്ഷൻ തുടങ്ങിയതിന് ശേഷമാണ് അകൽച്ച. അതുവരെ പിടിച്ചു നിർത്തിയിട്ടുണ്ട്. പിന്നെ ചില യൂട്യൂബേഴ്സ് ആരാണ്ട് എന്തൊക്കെയോ പറയെടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്നാലും ആ കുട്ടി അവന്റെ അച്ഛന്റെ കൊച്ചാണ്, അവന്റെ സ്വന്തം അനിയനാണ് ഋതപ്പനെ പോയി കാണാനും എടുക്കാനും രേണു സുധിയെ ഫോൺ ചെയ്ത് അനുവാദം ചോദിച്ച് ആ ഋതപ്പനെ പോയി കണ്ടിട്ടുണ്ട്. രേണു സുധിയായിട്ടുള്ള ബന്ധം അവിടെ അവസാനിച്ചു. ഇപ്പൊ ഇനി ഇതൊന്ന് മാറി നിൽക്കുക. ഇതിപ്പോ രണ്ടാനമ്മയെ സ്വന്തം അമ്മയാണെങ്കിലോ, ശരിക്കും പറഞ്ഞാൽ സ്വന്തം അമ്മയാണെങ്കിൽ അവൻ കയറി കൊല്ലുമെന്ന് എനിക്ക് തോന്നുന്നത്. ഇതിപ്പോ രണ്ടാനമ്മ ആയതുകൊണ്ടാണ് അവൻ മാറി നിൽക്കുന്നത്. സ്വന്തം അമ്മയാണെങ്കിൽ ഒരുപക്ഷെ അവൻ ഇങ്ങനെയല്ല പ്രതികരിക്കുക, തല്ലിക്കൊല്ലും. ആമ്പിള്ളാര് 10-21 വയസ്സുള്ള ആമ്പിള്ളാരെ അപമാനിക്കുക. നിങ്ങൾക്കറിയോ, നമ്മുടെ നേഴ്സറിയിലൊക്കെ പിള്ളേരെ കൊണ്ടുകൂടെ അമ്മമാരുടെ കൂടെ പോകാനൊക്കെ പിള്ളേർക്ക് ഭയങ്കര താല്പര്യം. ഒരു ടീനേജ് പ്രായം എത്തിയിട്ട് മീറ്റിങ്ങിനൊക്കെ നമ്മളെ സ്കൂളിലോട്ട് നമ്മളെ അച്ഛനമ്മമാരിലും നമുക്ക് ഭംഗി പോരാ. അങ്ങനത്തെ ഒരു മനോഭാവം പിള്ളേർക്ക് എല്ലാ തലമുറയിലും ഉണ്ട്. ഇപ്പോഴല്ല, ഭംഗി പോരാ എന്നുള്ള രീതിയിലൊക്കെ ഒരു രീതിയും അങ്ങനെയൊക്കെ ഉണ്ട് പിള്ളേർക്ക്. എന്ന് വെച്ചാൽ അവർക്കൊരു ദുരഭിമാനത്തിന്റെ കാലഘട്ടമാണ് ഈ ടീനേജ് പ്രായം എന്ന് പറഞ്ഞാൽ. ആ പ്രായത്തിൽ കിച്ചുവിനൊട്ട് രേണു കൊടുത്തിയ ഒരു അടിയെന്ന് പറഞ്ഞ 1.5 അടിയാണ്. കിച്ചുവിനൊപ്പം പിണങ്ങാനുള്ള അവകാശമുണ്ട്, അത് മനസ്സിലാക്കുക. ക്യാൻസർ ആയെന്ന് കരുതി അവൻ ക്ഷമിക്കണം എന്നില്ല. പിന്നെ അവനെ ഈ പറയുന്ന ഇവരാരും ഈ വന്ന് കൊല്ലം സുധിയുടെ ഭാര്യമാരായിട്ട് വന്ന ആരും അവനെ സംരക്ഷിച്ചിട്ടും സ്നേഹിച്ചിട്ടുമില്ല. രേണുസുതി പറഞ്ഞ ഒന്ന് കേൾക്കാം. ഇല്ല, എനിക്ക് ഉറപ്പുണ്ട് ഞാൻ തിരിച്ചു വരുമെന്ന് ഉറപ്പുണ്ട്. പക്ഷെ എനിക്ക് ശാരീരികമായിട്ട് വളരെ ബുദ്ധിമുട്ടാണ്. എൻ്റെ മൈൻഡ് സെറ്റ് കൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനെയെങ്കിലും ചാരി ഇരിക്കുന്നത്. എനിക്ക് വയ്യ, ഒട്ടും വയ്യ, തീരെ വയ്യ. നിങ്ങൾ പ്രാർത്ഥിച്ചില്ലേലും എന്നെ ശപിക്കാതിരിക്കുക. എനിക്ക് എൻ്റെ കുഞ്ഞിനെ ഓർത്തിട്ട് എനിക്കൊരു ഋതപ്പനുണ്ട്. ആ കുഞ്ഞ് ഒരാഴ്ചയായിട്ട് അത് ഒന്ന് ചിരിച്ചു കാണുന്നില്ല അതിൻ്റെ മുഖം. അതിനെ ഓർത്ത് ഞാൻ ഓരോ നിമിഷവും ദുഃഖിക്കുവാണ്. നിങ്ങൾക്കറിയാലോ, നിങ്ങളോട് എന്ത് പറഞ്ഞാലാണ് എനിക്കറിയില്ല. ഞാൻ എന്ത് ദ്രോഹം ചെയ്തിട്ടാണെന്ന് അറിയത്തില്ല. ഞാനൊരു 11 വയസ്സ് തൊട്ട് നോക്കിയ ഒരു കുട്ടിയുണ്ട്. അവൻ ഇതുവരെ തിരിഞ്ഞു കയറിയിട്ടില്ല. എൻ്റെ ഈ ചാനലിൽ കൂടെ ഞാനിത് പറഞ്ഞാൽ ഇത് വലിയ വിവാദമാകുമെന്ന് എനിക്കറിയാം. പക്ഷേ വിവാദമാക്കാൻ പറഞ്ഞതല്ല. അവനോട് എനിക്ക് കുഴപ്പമില്ല, ക്ഷമിക്കുക. ആരും അത് വിവാദമാക്കരുത്. എനിക്ക് എൻ്റെ ഋതപ്പൻ എന്നെ അന്വേഷിക്കുന്നുണ്ട്. എനിക്ക് ഈ ചാനലിൽ കൂടെ നിങ്ങൾ പറഞ്ഞത് നിങ്ങൾ തെറ്റിദ്ധരിച്ചില്ല. ഒരുപാട് പേരെന്നോട് ചോദിച്ചു വന്നോ എന്ന് കിച്ചു. ഇല്ല, വന്നിട്ടില്ല. എന്തോ ഫേക്ക് ന്യൂസായിരുന്നു. എന്തുവാകട്ടെ, കിടക്കുമ്പോഴത്തേനൊന്ന് വന്ന് കാണാൻ ആർക്കാണേലും എത്രയോ പേര് എന്നെ സ്നേഹിക്കുന്നു. എത്രയോ പേര് എവിടെ നിന്നൊക്കെ വന്ന്. പിന്നെ എനിക്ക് ഈ ഇൻഫെക്ഷൻ പറ്റാത്തതുകൊണ്ട് മാസ്കൊക്കെ വെച്ചിട്ടാണ് എൻ്റെ റൂമിൽ വാതുക്കെ നിൽക്കുന്നത്. എനിക്ക് ഒത്തിരി കൈത്താങ്ങൽ, എനിക്ക് ഈ അവസരത്തിൽ ഒത്തിരി കൈത്താങ്ങൽ എൻ്റെ എൻ്റെ ചേച്ചി, എൻ്റെ ചേട്ടൻ, എൻ്റെ അമ്മ, എൻ്റെ പപ്പ. ഞാനൊന്ന് കരയുമ്പോൾ ഓടി വരും അവർ. അതുപോലെ എൻ്റെ മാനേജർ മാനേജർന്ന് ഞാൻ പറയുന്നില്ല. അതുപോലെ എൻ്റെ സഹോദരൻ, ഇപ്പോൾ ഈ ക്യാമറ എടുക്കുന്ന എൻ്റെ ഒരു സഹോദരനാണ്. അവനൊരു പ്രതിഫലം പോലും ചോദിക്കാതെ. പക്ഷെ എനിക്ക് ഇവരോടൊക്കെ എങ്ങനെയാണ് നന്ദി പറയേണ്ടതെന്ന് എനിക്ക്. പിന്നെ അപ്പുറത്തെ തിരുമേനിയുടെ കൂടെയുള്ള കുട്ടി,
അതുപോലെ ഒരുപാട് പേരെന്നെ സ്നേഹിക്കുന്നവരുണ്ട്. അപ്പൊ കമന്റ് നമുക്കൊന്ന് വായിക്കാം. ഒറ്റ കമന്റ് പോലും രേണുസുതിക്ക്, ഒറ്റ കമന്റ് എന്നല്ല, അത്ര സപ്പോർട്ടില്ല. അവനെ അത്രയും മാനസികമായി വിഷമിച്ചിട്ട് നീ നിന്റെ വീട്ടുകാർ ഇതുപോലത്തെ ഒരു അസുഖം വന്നിട്ട് അവനെക്കുറിച്ച് പരാതി സോഷ്യൽ മീഡിയയിൽ കൂടെ പറയണമെങ്കിൽ രേണുവിന്റെ മനസ്സിൽ അവനോട് അത്രയും ദേഷ്യം ഉണ്ടായിട്ടാണ്. ഋതപ്പനെ കുറിച്ചാണെങ്കിൽ ഇങ്ങനെ പബ്ലിക്കായി പറയുമായിരുന്നു, കിച്ചു എങ്ങനെയെങ്കിലും ജീവിച്ചു പൊയ്ക്കോട്ടെ, അവനെ ഇനിയും ഡിപ്രഷനിലേക്ക് തള്ളിവിടരുത്. സഹതാപം തോന്നിയിരുന്നു. എന്നാൽ ഈ കിടപ്പിലും ആ കുട്ടിയെ സൈബർ ബുള്ളിങ്ങിന് ഇട്ടുകൊടുക്കുന്നു. അത് വേണ്ടായിരുന്നു. കാര്യം എന്നാ വെച്ചാൽ ഇപ്പൊ എല്ലാരും രേണുസുതിയോടാണ് താല്പര്യം. രേണുസുതിയോട് ദേഷ്യമുള്ളവർ പോലും പുള്ളിക്കാരത്തിയോട് ഇഷ്ടം. അപ്പൊ കിച്ചു ഈ ഒരു അവസ്ഥ വന്ന് കാണുന്നില്ല എന്നും പറഞ്ഞൊരു സംസാരം ഉണ്ടാകുമ്പോൾ കിച്ചുവിനെതിരെ സോഷ്യൽ മീഡിയ തിരിയും. അതാണ് അവർ ഉദ്ദേശിച്ചത്, സൈബർ ബുള്ളിങ്ങിന് ഇട്ടുകൊടുക്കുന്നു എന്ന് പറയുന്നത്. ഒരാളും കിച്ചുവിനെ കുറ്റം പറയില്ല. പറയുകയാണെങ്കിൽ നിന്റെ ക്യാഷ് തിന്ന് ജീവിക്കുന്നവർ മാത്രമേ പറയുള്ളൂ. ഈ സ്വഭാവം മാറില്ല. കൊച്ചിനെ കുറ്റം പറയാൻ എന്ത് അർഹതയാണുള്ളത്? ഒരുപാട് ആ കുട്ടി അനുഭവിച്ചു. ഇനിയെങ്കിലും മറ്റുള്ളവരുടെ വെറുപ്പ് വാങ്ങി കൂട്ടല്ലേ. രേണു കിച്ചുവിനെ ഒന്നും പറയണ്ട, അതാണ് നല്ലത്. എല്ലാവരും സ്നേഹിച്ചു തുടങ്ങിയതാ, കളയണ്ട. അതൊരു നല്ല അഭിപ്രായമാണ്. വെറുതെ കിച്ചുവിനെ പറയുന്ന പുതിയനത്തിന് ഇഷ്ടപ്പെടില്ല. ആ ഒരു കൊച്ച് നല്ലപോലെ അപമാനം അനുഭവിക്കുന്നുണ്ട്. അല്ലാതെ ഒരിടത്തും അതിന്റെ പക്വത വിട്ട് കിച്ചുവിനെ കുറ്റം പറഞ്ഞിട്ടില്ല. അതിന്റെ വായിൽ നിന്ന് എന്തെങ്കിലും വീഴാൻ യൂട്യൂബേഴ്സൊക്കെ നോക്കിയിരുന്നിട്ടുണ്ട്, ഒന്നും വീണിട്ടില്ല. ഞാൻ അത് ശ്രദ്ധിച്ചിട്ടുള്ള. അസുഖം വന്നപ്പോൾ വിഷമം തോന്നിയിരുന്നു. ഈ അവസ്ഥയിലും കിച്ചുവിനെ എങ്ങനെ കുറ്റം പറയേണ്ടിയിരുന്നില്ല. നല്ല അമ്മയാണെങ്കിൽ കിച്ചുവിനെ അങ്ങോട്ട് വിളിച്ചേ, പിന്നെ സോഷ്യൽ മീഡിയ വന്ന് പറയില്ലായിരുന്നു. വേഗം സുഖമാകട്ടെ. ഞാൻ കിച്ചുവിന്റെ കൂടെയാണ്. അവനും അത്രയ്ക്ക് മാനസിക വിഷമം ഉണ്ടാവും. ഇങ്ങനെയായിട്ടും ആ കൊച്ചിനെ കുറ്റം പറയാനുള്ള മനസ്സ്. ആ കൊച്ച് എവിടെയെങ്കിലും സമാധാനമായിട്ട് ജീവിച്ചോട്ടെ. എന്തിനതിനെ ഇവിടെ കുറ്റം പറയുന്നു? സ്വന്തം മക്കളെ ഇഞ്ചിഞ്ചായി കൊല്ലുന്ന ഈ കാലത്ത് അവനെ നോക്കി അത്രയും വലുതാക്കിയില്ലേ? ആ നന്ദിയെങ്കിലും അവൻ കാണിക്കണം. രേണുവിന്റെ സമാധാനത്തിനൊന്നു പോയി കണ്ടാൽ മതി. അതെങ്കിലും അവൻ ചെയ്യാൻ സാധിക്കട്ടെ. രേണു, നിന്നോട് കിച്ചുവിന് ഒരു വെറുപ്പും ഉണ്ടാകില്ല. പക്ഷെ നീ ചെയ്ത വേഷങ്ങൾ അത് അവന് വെറുപ്പുണ്ടാകും. എല്ലാവർക്കും അത് തന്നെയാണ് പ്രശ്നമായത്. ഇങ്ങനെ നീണ്ടുപോകുന്നു. ചിലർക്ക് അനുകൂല കമന്റുകളും ഉണ്ട്. എന്താണെങ്കിലും ഞാൻ പറയുന്നത്, ഈ കമന്റ് ഇട്ട പോലെ തന്നെ വെറുതെ വന്ന് ഈ സോഷ്യൽ മീഡിയ പറഞ്ഞ ആ പയ്യനെ വെറുതെ ബുള്ളിങ്ങിന് ഇട്ട് കൊടുത്തിട്ട് ഒരു കാര്യമില്ല. അങ്ങോട്ട് വിളിക്കുക, എടാ ഞാൻ മൂലം നിനക്ക് എന്തെങ്കിലും. സബ്സ്ക്രിപ്ഷൻ ഒരിക്കലും ശരിയല്ലായിരുന്നു. വേഷങ്ങളൊക്കെ പിന്നെയും പോട്ടെ, നമുക്ക് സഹിക്കാം. സബ്സ്ക്രിപ്ഷനൊക്കെ നടത്തുക എന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പൊ ഒരാൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്, അത് എന്റെ പ്രായം കൊണ്ട് ചിന്തിക്കുന്നതുകൊണ്ട് തോന്നുന്നു. അങ്ങനെയൊന്നുമില്ല. ഇപ്പൊ സായി തന്നെ കൊടുത്ത ഇന്റർവ്യൂവിലും സബ്സ്ക്രിപ്ഷൻ അത്ര കുഴപ്പമില്ല എന്ന് പറഞ്ഞ പോലെ തോന്നുന്നുണ്ട്. മുഴുവൻ ഞാൻ കണ്ടില്ല. എന്താണെങ്കിലും അപ്പൊ തലമുറയുടെ വ്യത്യാസമുണ്ട്. പക്ഷെ എന്റെ തലമുറയെ വെച്ച് നോക്കുമ്പോഴത്തേന് ഈ ശരീരം പ്രദർശിപ്പിച്ച് പൈസ മേടിക്കുന്നതിനോട് ഒട്ടും താല്പര്യമില്ല. അല്ലെ അതിനെ ഒരു ശതമാനം പോലും അംഗീകരിക്കാൻ പറ്റില്ല. ഏത് അവസ്ഥയിൽ കൂടെ കടന്നു പോകുന്ന വ്യക്തിയാണേലും അത് നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല. പിന്നെ വളർന്നു വരുന്ന ഒരു പയ്യന്റെ മാനസികാവസ്ഥയാണ് ഞാൻ പറഞ്ഞത്. അവനെ കൊല്ലുന്നതിന് തുല്യമാണ് സ്വന്തം അമ്മ അല്ലെങ്കിൽ വളർത്തമ്മയാണേലും ഇതുപോലെ പോയി ശരീരം സോഷ്യൽ മീഡിയ കാണിച്ച് കാശുണ്ടാക്കുന്നത് അവന് പറ്റിയല്ല. അതിൽ നിന്ന് ഒരു സാധനം മേടിച്ച് അവന് തിന്നാൻ തോന്നുമോ? നിങ്ങളൊന്ന് ആലോചിച്ച്. ആണായി പറഞ്ഞ പയ്യന്മാർക്ക് സാധിക്കുമോ? അങ്ങനെ സബ്സ്ക്രിപ്ഷൻ നടത്തി ഉണ്ടാക്കുന്ന പൈസയെന്ന് ഒരു പങ്ക് മേടിക്കാൻ തോന്നുമോ? ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോ കാണാം.